അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു രോഗം വരാതിരിക്കാനുള്ള ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധയാണ് നൽകേണ്ടത്? ഭക്ഷണം ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാരുള്ള ഭക്ഷണങ്ങൾ കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഫൈബർ ഫുഡ്സ് കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് ഈ റെഡ് മീറ്റ് പോലെയുള്ള റിഫ്രെയിൻ ഫ്രം റെഡ് മീറ്റ്, അതായത് റെഡ് മീറ്റ്, ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ റെഡ് മീറ്റ് കുറക്കുക, നാരുള്ള ഭക്ഷണങ്ങൾ കൂട്ടുക, ഒരുപാട് വെള്ളം കൂട്ടുക, അതുപോലെ സ്പൈസി ഫുഡ്സ് കുറക്കുക. സ്പൈസി ഫുഡ്സ് പെർസെ ഒരിക്കലും ഹെമറോയിഡ്സ് കോസ് ചെയ്യില്ല, ഉണ്ടാക്കില്ല. പക്ഷേ അതിൻ്റെ സിംറ്റംസ് വേഴ്സൺ ആവാൻ, അതായത് പെയിനും അല്ലെങ്കിൽ എരിച്ചിലും കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്പൈസി ഫുഡ്സ് കഴിയുന്നത് കുറക്കുക. പിന്നെ മെയിനായിട്ടുള്ള ഈ നാരുള്ള ഭക്ഷണവും അതിന് ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൈഡ് ഫുഡ്സ്, ബർഗേഴ്സ്, പിസ്സ, മൈദ കൊണ്ടുള്ള ഐറ്റംസ്, മുട്ടയുടെ യെല്ലോ, ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് പൈൽസിൽ ഒരു അത്യാവശ്യം നല്ലൊരു രീതിക്ക് നമുക്ക് ബോഡി ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. സ്പൈസി ഫുഡ് കൂടുതൽ കഴിക്കുന്നത് ഇത് കൂടാനുള്ളൊരു സാധ്യതയല്ലേ ഉള്ളത്? സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡിസ്കംഫർട്ട് കൂടും. സ്പൈസി ഫുഡ് പെർസെ ഒരിക്കലും ഹെമറോയിഡ്സ് കോസ് ചെയ്യില്ല, ഹെമറോയിഡ്സ് ഉണ്ടാക്കില്ല. പക്ഷെ സ്പൈസി ഫുഡ്സ് കഴിക്കുമ്പോൾ എരിച്ചിലും അതിന്റെ വേദനയും അല്ലെങ്കിൽ മുക്കാനുള്ള കാരണങ്ങളും ഇങ്ങനത്തെ വേറെ കുറെ കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്പൈസി ഫുഡ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് പേഷ്യൻസിന് അഡ്വൈസ്.